വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് തന്നെ വെച്ചോ, ആദ്യത്തെ 1 മണിക്കൂർ 30 വ്യൂസ് ഉണ്ടാവും, പിന്നെ അത് 40 ആവും, പിന്നെ അത് 50 ആവും. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇതിങ്ങനെ സ്റ്റക്കായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ 50 വ്യൂസ്, 30 വ്യൂസ്, 20 വ്യൂസിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ വീഡിയോ അത്രയ്ക്ക് മോശമാണോ, യൂട്യൂബ് എന്താ ഇത് ആരെടുത്തും എത്തിക്കാത്തത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മളിടുന്ന എല്ലാ വീഡിയോയ്ക്കും നല്ല വ്യൂസ് കിട്ടണം എന്നില്ല. ഇതെന്തുകൊണ്ടാ സംഭവിക്കണമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില വീഡിയോസ് ഇടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഉടനെ തന്നെ വ്യൂസ് ഒന്നും കിട്ടാത്തത്, എന്നാൽ ചില വീഡിയോസ് വൈറൽ ആവുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ദ റൈറ്റ് പ്ലേസിലാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ വ്യൂസ് ഒന്നും കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തെന്നും പറഞ്ഞാൽ അതൊരു 10-10,000 പേരുടെ അടുത്ത് യൂട്യൂബ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ചാനലിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഡിയൻസ് ഉണ്ടാവും. അപ്പൊ ആ ഓഡിയൻസിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു സ്മോൾ പോർഷൻ ഓഫ് ദ ഓഡിയൻസിൽ നമ്മുടെ യൂട്യൂബ് ഈ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടാവും. കുറച്ച് വ്യൂവേഴ്സിന് മാത്രമേ ഇവരത് ടെസ്റ്റ് ചെയ്യുള്ളൂ. എന്നിട്ട് യൂട്യൂബ് നോക്കും, തമ്മിൽ കണ്ട് അവരതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര നേരം അത് കാണുന്നുണ്ട്, ഇവര് ഫുള്ള് കാണുന്നുണ്ടോ, ഇതെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ വീഡിയോസ് ബാക്കിയുള്ള വ്യൂവേഴ്സിലും കൂടെ പുഷ് ചെയ്യുള്ളൂ. ഇനി ഫസ്റ്റ് ഫ്യൂ അവേഴ്സിൽ നമ്മുടെ വീഡിയോക്ക് ഒരു വ്യൂസും കിട്ടുന്നില്ല എന്നും വെച്ച് നമ്മുടെ വീഡിയോ ഫ്ലോപ്പ് ആണെന്നാണോ അർത്ഥം? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ഇൻ കേസ് അതിന് വ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. നിങ്ങൾ കുറച്ച് നാൾ ആ വീഡിയോ അങ്ങനെ തന്നെ നിങ്ങളുടെ ചാനലിൽ ഇട്ടേക്കണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട്, അപ്പൊ അതിന്റെ തുടക്കത്തിലൊന്നും വ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അതിന് വ്യൂസ് ഉണ്ടാവും. ചില വീഡിയോസിലെ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും അതിന് വ്യൂസ് ശരിക്കും വന്നു തുടങ്ങുക. അല്ലെങ്കിൽ ഒരു മാസം, ചില വീഡിയോസ് ഒക്കെ ഒരു മാസം എടുക്കും. ആ ഒരു ടൈം അനുസരിച്ചിട്ടായിരിക്കും ഓഡിയൻസ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക. അതാണ് നമ്മൾ പറയുന്നത്, ചില സമയം ഓരോ ടൈം അനുസരിച്ച് ഓരോ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില വീഡിയോസ് കുറച്ച് നാളെടുക്കും, ചില വീഡിയോസ് കുറച്ച് സമയം എടുക്കുള്ളൂ. ഇനി ചില വീഡിയോസ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവും എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിലും ടൈറ്റിലുമാണ്. വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്ന ടൈമില് വേറെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫുൾ ആയിട്ടിരുന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തംബ്നെയിൽ എന്തെങ്കിലും ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇതിൽ രണ്ടും നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ടാവും. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പേഴ്സണലി ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. ChatGPT തന്നെ നമുക്ക് ടൈറ്റിൽസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. ആ ടൈറ്റിൽസും നമ്മുടെ ഒരു ഫോട്ടോയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ChatGPTക്ക് അയച്ചിട്ട് ഒരു 16:9 തംബ്നെയിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തംബ്നെയിൽസ്, കുറെ എക്സ്ട്രാ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ChatGPT ഉണ്ടാക്കി തരുന്നുണ്ടാവും. ആൻഡ് ഐ എം ടെല്ലിങ് യു ഗൈസ്, ChatGPT എന്ന് പറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും യൂട്യൂബിൽ നമുക്ക് നമ്മുടെ ആ ഒരു അൽഗോരിതം വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ChatGPT നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ് ആയിട്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു നല്ല തംബ്നെയിലും നല്ല ടൈറ്റിലും ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നു പറഞ്ഞില്ലേ, പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് ഒരു 10,000 പേര് നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. പക്ഷെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അവര് വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വ്യൂസ് കിട്ടില്ല, അതിന് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് ഒരു ഹൂക്ക് ഉണ്ടാവണം. ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ഹൂക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസ് നമ്മുടെ വീഡിയോയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് തുടങ്ങും, കുറച്ചുകൂടി നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മുടെ വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. നല്ല വൈറൽ ആയിട്ടുള്ള കണ്ടന്റ് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ക്ലിക്ക് ആവുന്നുണ്ടാവും. അങ്ങനെ ക്ലിക്ക് ആവുന്നതിൽ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഓഡിയൻസിനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു വീഡിയോയും പോപ്പപ്പ് ആവുന്നുണ്ടാവും, വേറൊരു ക്രിയേറ്ററിന്റെ വീഡിയോയും പോപ്പപ്പ് ആവുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, ആൻഡ് ദ അതർ ക്രിയേറ്റർ ആളുടെ വീഡിയോ എന്ന് പറയുന്നത് 5 മിനിറ്റേ ഉള്ളൂ. ഏതായിരിക്കും ഓഡിയൻസ് കാണുന്നുണ്ടാവും? ഒബിയസ്ലി ആ ഒരു 5 മിനിറ്റ് വീഡിയോ ആയിരിക്കും. കാരണം ഒരു സെയിം ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു 5 മിനിറ്റ് വീഡിയോ ഓഡിയൻസിന് ടൈം കൺസ്യൂം ആയി പോവാത്ത രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 to 10 മിനിറ്റ് ഒക്കെ വരാവുള്ളൂ. അതിന് 5 മിനിറ്റിൽ കുറേയും വേണ്ട. കാരണം നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒക്കെയാണ് നല്ലത്. 5 to 10 മിനിറ്റിനുള്ള വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇനിയുള്ള ഒരു കാര്യം, നമ്മൾ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി ഒരു നീഷിലായിരിക്കും വീഡിയോസ് ഇടുന്നുണ്ടാവുക. അതായത് ഞാനിപ്പോ ഒരു AI വീഡിയോസ് ഇടുകയാണെന്ന് വിചാരിച്ചോ, അപ്പൊ കുറച്ച് നാൾ ആ വീഡിയോസ് ഇട്ട സമയത്ത് അതിന് നല്ല ക്ലിക്ക് ഉണ്ടായി, അത് ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരുന്നു. ആ ഒരു ടോപ്പിക്കിനെ പറ്റി എന്റെ ചാനലിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അത് നല്ലോണം ക്ലിക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ AI വീഡിയോ ഇട്ടിട്ട് എനിക്ക് ക്ലിക്ക് ആവുന്നില്ല. അങ്ങനെ കുറച്ച് പരാതികൾ മിക്കുള്ള യൂട്യൂബേഴ്സിനും ഉണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ നീഷ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ
ആസ് ടൈം ഗോസ് ബൈ ആ ഒരു വീഡിയോക്ക് വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ആ ഒരു നീഷ് നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാതിരിക്കാം. നമ്മുടെ ഓഡിയൻസിൽ അത് മതിയായി എന്നാണ് അർത്ഥം. ആ ഒരു കണ്ടന്റ് പിന്നെ ഓഡിയൻസിന് ആവശ്യമില്ല എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ് വീണ്ടും ആ ഒരു സെയിം ടോപ്പിക്കിനെ കുറിച്ച് കണ്ടന്റ് ഇടാതിരിക്കാം, വേറൊരു നീഷ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി വീഡിയോക്ക് വ്യൂസ് ഉണ്ടോ ഇല്ലേന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുവാരെങ്കിലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഗുഡ് തംബ്നെയിൽ ആക്കുക, നല്ല ടൈറ്റിൽ ആക്കുക, ഗുഡ് റിട്ടൻഷൻ ഉണ്ടാവുക, പിന്നെന്താ ഓഡിയൻസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് പോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന വീഡിയോസ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് എന്റെ ചാനൽ വർക്ക് ആവില്ല എന്ന് ഓർത്ത് ഡീമോട്ടിവേറ്റഡ് ആയി പോകരുത്. നിങ്ങളുടെ ചാനൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം, വീഡിയോസ് ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.